ശ്രീ കുമ്മനം രാജശേഖരൻ. ഏതായാലും വലിയ രീതിയിലുള്ള വികസന പദ്ധതികളാണ് രാമജന്മഭൂമിയിൽ ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത്. അത്യാധുനിക വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിരിക്കുന്നു. രാമജന്മഭൂമിയിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ തന്നെ ഇതെല്ലാം രാജ്യത്തിന് സമർപ്പിക്കാനായി അവിടേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? അയോധ്യ ഇന്നിപ്പോൾ ഏറ്റവും വലിയൊരു ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടി താല്പര്യത്തോടുകൂടി ഈ ഒരു വലിയ മഹാസംഭവത്തെ നോക്കിക്കാണുകയാണ്. അതിന്റെ അർത്ഥം എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങൾ അവരുടെ ശ്രദ്ധയും അവരുടെ ലക്ഷ്യവും ഏതാണ്ട് അയോധ്യയായി മാറിയിരിക്കുന്നു. അവിടേക്ക് ജനങ്ങൾ തിങ്ങിക്കൂടി എത്തുക എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അവർക്ക് ആവശ്യമായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സർക്കാരിന്റെ കടമ എന്ന് പറയുന്നത് ജനങ്ങൾ തിങ്ങിക്കൂടുന്ന സ്ഥലങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതാണ്. അതിൽ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയവുമില്ല. അത് നാടിന്റെ ആവശ്യമാണ്, ജനങ്ങളുടെ ആവശ്യമാണ്. അയോധ്യ ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രം, അതോടൊപ്പം തന്നെ വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരം. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലൂടെ ജനസമൂഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് വാസ്തവത്തിൽ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. മോഡി എല്ലാ സ്ഥലങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുക എന്ന ഒരു വലിയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ പദ്ധതികൾ തയ്യാറാക്കി വരുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും വിമാനത്താവളവും റോഡിന്റെ വികസനവും അവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുന്നതിലൂടെ സർക്കാരിന് ഉണ്ടാകുന്ന റവന്യൂ വരുമാനം എന്ന് പറയുന്നത് എത്രയോ കോടികളാണ്. അപ്പോൾ നമ്മുടെ സമ്പദ്ഘടനയാണ് ശക്തിപ്പെടുന്നത്. അയോധ്യയിലെ എല്ലാവിധ സൗകര്യങ്ങളും വികസിക്കുന്നതോടുകൂടി ഭാരതത്തിന്റെ സമ്പദ്ഘടന അത് ഒരു വലിയ ടൂറിസം ഡെസ്റ്റിനേഷൻ ആകുന്നു. അതോടൊപ്പം തന്നെ ജനപ്രവാഹം അവിടേക്കുണ്ടാകുന്നു. അതിലൂടെ സംഭവിക്കുന്ന ഒരു വലിയ സമ്പദ്ഘടനയുടെ കുതിച്ചുചാട്ടം തീർച്ചയായിട്ടും അത് ഭാരതത്തിന്റെ മൊത്തം വികസന പ്രക്രിയയിൽ കരുത്താർജിക്കാൻ സഹായകമാകും എന്നുള്ളത് ഒരു സംശയമില്ല. ശ്രീ കുമ്മനം രാജശേഖരൻ, ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്, വളരെയധികം ഇച്ഛാശക്തിയോടെ മുന്നോട്ട് പോയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന്, പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ അയോധ്യയുടെ മണ്ണിൽ നടപ്പാക്കിയത്. വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ ഉയർത്തിയിരുന്നു. അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് ഇച്ഛാശക്തിയോടെ മുന്നോട്ട് പോയി ഉണ്ടാക്കിയ നേട്ടങ്ങളാണ് ഇതൊക്കെ. തീർച്ചയായിട്ടും എതിർക്കുന്നവർ പറയുന്നത് വെറും ബാലിശങ്ങളായിട്ടുള്ള ആരോപണങ്ങളാണ്. നിലനിൽക്കുന്നതല്ല, മാത്രമല്ല യുക്തിസഹവുമല്ല. പക്ഷെ ഇവിടെ അതൊന്നും പരിഗണിക്കാതെ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെ വളരെ ഇച്ഛാശക്തിയോടെ, തന്റെ ഇടത്തോടെ, ദീർഘദൃഷ്ടിയോടെ, നിശ്ചയദാർഢ്യത്തോടെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഈ കാര്യത്തിൽ ഇടപെട്ടു എന്നതാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ശബരിമലയായിട്ട് താരതമ്യപ്പെടുത്താവുന്ന ഒരു കാര്യമാണ്. ശബരിമലയിൽ യാതൊരു വിധത്തിലുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്താതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ തന്നെ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നവരുടെ മാനുഷികമായ പരിഗണന പോലും നൽകുന്നില്ല എന്ന ഒരു മനുഷ്യാവകാശ ധ്വംസനത്തിന്റെയും ലംഘനത്തിന്റെയും നേർചിത്രമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. പക്ഷെ ഇവിടെ കാണാൻ കഴിയുന്നത് എന്താണ്? വരുംകാലങ്ങളിൽ വരാനിരിക്കുന്ന ജനസമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തിക്കും തിരക്കും ഒഴിവാക്കി ജനങ്ങൾക്ക് സൗകര്യപൂർവ്വം അവിടെ എത്തിച്ചേരാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് മാനുഷികമായ ഒരു കാര്യമാണ്. അത് ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കാരിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കടമയാണ്. ആ ഒരു പ്രതിബദ്ധതയാണ്, ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ്. അതിവിടെ നിറവേറ്റുകയാണ്. അതിനെ രാഷ്ട്രീയമായി, ജാതീയമായി, വർഗീയമായി, അതിനെ മതപരമായ വളരെ സങ്കുചിതമായ ഇടുങ്ങിയ ചിന്താഗതിയോടുകൂടി നോക്കിക്കാണുന്നത് കൊണ്ടാണ് പല രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരും ഇതിനെ വിമർശിക്കുന്നതും ഇതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് ജനങ്ങളുടെ ശ്രദ്ധയെ മാറ്റുന്നു. തീർച്ചയായിട്ടും ഇവിടെ നാം കാണേണ്ട ഒരു വലിയ കാര്യം, ഇതിനെ ഒരു വികസനത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് ഇതിനെ നോക്കിക്കാണാൻ തയ്യാറാവണം. മാത്രവുമല്ല, ആരോപണങ്ങൾ എന്തുമാകട്ടെ, ശരി എന്ന് തോന്നുന്ന ഒരു കാര്യം അത് ചെയ്ത് കാണിച്ചു കൊടുത്ത് അത് വിജയിപ്പിക്കുക എന്ന ഏറ്റവും വളരെ ദുർഘടമാണെങ്കിൽ പോലും അതിനെ അങ്ങേയറ്റം തന്റെ ഇടത്തോടെ, ധൈര്യത്തോടെ ഏറ്റെടുത്ത് നടപ്പാക്കുകയാണ് മോഡി സർക്കാരും യോഗി ആദിത്യനാഥ് സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. വളരെയധികം നന്ദി ശ്രീ കുമ്മനം രാജശേഖരൻ ഈ സമയം പ്രതികരിച്ചതിന്.